കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 7. രചന ശാലിനി എ. കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് ശാരദയ്ക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരുന്നു. 5.5 അടി ഉയരമുള്ള ഒരുവൻ, കാണാനും നല്ല ഭംഗി, മുഖത്ത് നല്ല ഭംഗിയുള്ള കറുത്ത മീശ, താടി മിനുസത്തിൽ ഷേവ് ചെയ്തിരിക്കുന്നു. ഷർട്ടും പാൻറ്റുമാണ് വേഷം. ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. വട്ടത്തിലുള്ള ഗ്ലാസ് അവൻ്റെ മുഖത്തിന് നല്ലൊരു അഴക് കൊടുക്കുന്നുണ്ട്. 28-നും 30-നും ഇടയിൽ പ്രായമേ അവനുണ്ടാകൂ എന്ന് ശാരദയ്ക്ക് തോന്നി. ഞാൻ മാധവ്. എന്നെക്കുറിച്ച് കാളിദാസ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ ചോദ്യം കേട്ടതും ശാരദയുടെ മുഖമൊന്ന് വിടർന്നു. തുടർന്ന് വായിക്കുക. പറഞ്ഞിരുന്നു. അവൻ്റെ കൂട്ടുകാരനും അനിയത്തിയും വരുന്നുണ്ടെന്ന്. വാ, അകത്തേക്ക് കയറൂ. ശാരദ പുഞ്ചിരിയോടെ മാധവിനെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ഇപ്പോൾ ഞാൻ കയറുന്നില്ല ആൻറ്റി. ഈ കാറിലുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാ. അകത്തേക്ക് കയറിയാൽ പിന്നെ സംസാരിച്ചു നിൽക്കും. കോളേജിൽ ഫസ്റ്റ് ഡേ അല്ലേ, നേരം വൈകണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൻ കാറിൻ്റെ ഡിക്കി തുറന്ന് 2-3 ലഗേജുകൾ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഇത് സിറ്റൗട്ടിലെ അരികിലേക്ക് വയ്ക്കട്ടെ മോൻ, അതെല്ലാം അവിടെ തന്നെ വെച്ചോ. ഞാൻ കൃഷ്ണേട്ടനെ കൊണ്ട് അകത്തേക്ക് വെപ്പിച്ചോളാം. എങ്കിൽ പിന്നെ വൈകിട്ട് നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ പോകട്ടെ. അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അല്ല, അനിയത്തിയുണ്ടെന്ന് പറഞ്ഞിട്ട്? അവളെ കോളേജിൽ ഇറക്കി ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ടാണ് ഞാൻ വരുന്നത്. കാളി പറഞ്ഞു നന്ദിനിയുടെ മകളാണെന്ന്. നന്ദിനിയും ഞാനും ഡിഗ്രിക്കൊപ്പം പഠിച്ചിരുന്നതാണ്. കോളേജിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. അമ്മയ്ക്ക് സുഖമല്ലേ? മാധവ് ഒന്ന് പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, സുഖമാണ്. ഇവിടേക്കാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞു ഇതുപോലെ. ഇനി എന്തായാലും ഒരു ദിവസം അമ്മയെയും കൊണ്ടുവരാം. കൂട്ടുകാരികൾക്ക് പരസ്പരം ഒന്ന് ഓർമ്മ പുതുക്കാലോ. മാധവിൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ ചിരിയിൽ ശാരദയും പങ്കുചേർന്നു. മാധവ് കാറിൻ്റെ അടുത്തേക്ക് നടന്നതും ശാരദ അവിടുത്തെ കാര്യസ്ഥനായ കൃഷ്ണേട്ടനെ വിളിച്ചു. കൃഷ്ണേട്ടാ, ഈ ലഗേജൊക്കെ മേലത്തെ ഹാളിൽ കൊണ്ടുപോയി വയ്ക്ക്. കാളി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ തീരുമാനിക്കാം ഇവർക്ക് ഏത് റൂം കൊടുക്കണമെന്ന്. കാർ അകന്നു പോയതും ശാരദ അകത്തേക്ക് നടന്നു. ഏട്ടത്തി, ആരായിരുന്നു വന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഇന്നെൻ്റെ കൂട്ടുകാരിയുടെ മക്കൾ വരുന്നുണ്ടെന്ന്? അവനാ മാധവ്. ശാരദയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. പഴയ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് ഏട്ടത്തിയുടെ മുഖത്ത്. മക്കൾ ഇവിടെയാകുമ്പോൾ അവൾ ഈ വീട്ടിലേക്ക് വരാതിരിക്കില്ലല്ലോ. എന്തായാലും നേരിട്ട് കാണാമെന്നുള്ള സന്തോഷം തന്നെയാണ് എനിക്ക് ഇന്നലെ മുതൽ. ശാരദ വീണ്ടും ഇരുന്നിരുന്ന കസേരയിലേക്ക് തന്നെ ഇരുന്നു. അല്ല, വന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ചോലയുടെ മുറിവിൽ പതിയെ മരുന്നുകൊണ്ട് ഒപ്പിയെടുക്കുമ്പോൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് സേതുലക്ഷ്മി ചോദിച്ചു. ലഗേജ് ഇവിടെ ഇറക്കി വയ്ക്കാൻ വന്നതാ. ഇങ്ങോട്ട് കയറിയാൽ കോളേജിലെത്താൻ നേരം വൈകുമത്രേ. അനിയത്തിയെ കോളേജിൽ ഇറക്കിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അയ്യോ, ആ കുട്ടി നമ്മുടെ കോളേജിലേക്കല്ലേ പോയത്? ജോലയും ആ കോളേജിലേക്കല്ലേ? അവൻ്റെ കൂടെ നമുക്ക് ഇവളെയും വിടാമായിരുന്നു. സേതുലക്ഷ്മി പറഞ്ഞതും ശാരദ അബദ്ധം പറ്റിയതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ശരിയായിരുന്നു, നല്ലൊരു ചാൻസാണ് നഷ്ടമായത്. അവരുടെ സംഭാഷണം കേട്ട് ജോല ഒന്നും മനസ്സിലാകാതെ ഇരുവരെയും നോക്കി. ആരെക്കുറിച്ചാണ് ഇവരീ പറയുന്നത്? സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞില്ലേ? ഇനിയും ഇരുന്നാൽ നേരം വൈകും. ഞാൻ ഡ്രൈവറോട് പറയാം ജോലയെ കോളേജിൽ കൊണ്ടുവിടാൻ. ശാരദ ചെയറിൽ നിന്നും എഴുന്നേറ്റതും സേതുലക്ഷ്മി വിലക്കി. വേണ്ട ഏട്ടത്തി, ഞാനും ആ വഴിക്കല്ലേ പോകുന്നത്. പോകുന്ന വഴി ജോലയെ കോളേജിൽ മുന്നിൽ ഇറക്കി കൊടുക്കാം. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ക്ലാസ്സിലെത്താൻ നേരം വൈകുമല്ലോ എന്ന വിഷമം ഉണ്ടായിരുന്നു ജോലയ്ക്ക്. നാളെ നേരത്തെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് കാളിന്തി കൈവീശി കാണിക്കുന്നുണ്ട്. തിരിച്ചും കൈവീശി കാണിച്ചുകൊണ്ട് അവൾ ആ ആഡംബരക്കാരനുള്ളിലേക്ക് അതിശയത്തോടെ നോക്കി. പിന്നെ അനായാസേന അത് ഓടിക്കുന്ന സേതുലക്ഷ്മിയിലേക്കും. ജോലയ്ക്ക് കാർ ഓടിക്കാൻ അറിയോ? അവളുടെ അതിശയോക്തി നിറഞ്ഞ നോട്ടം കണ്ട് ഒരു പുഞ്ചിരിയോടെ സേതുലക്ഷ്മി തിരക്കി. ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അച്ഛൻ ഓടിക്കാൻ തരില്ല. സ്കൂട്ടിയിൽ തന്നെ മോൾ നിൽക്കുന്നില്ല, പിന്നെയാണ് കാറെന്ന് വിചാരിക്കുന്നുണ്ടാവും പാവം അച്ഛൻ. സേതുലക്ഷ്മി അത് പറഞ്ഞതും അവൾ രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. ജോല ചിന്തിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാണ് താൻ ഈ കുടുംബവുമായി അടുത്തത്. ഒരു മുജ്ജന്മ ബന്ധം പോലെ. പണത്തിൻ്റേതായ യാതൊരു അഹങ്കാരവുമില്ലാത്ത കുറച്ച് മനുഷ്യർ. എല്ലാവരും അവരെ പോലെയാണെങ്കിൽ ഈ നാട് തന്നെ എന്നേ നന്നായി. ആ സമയത്ത് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കാളിദാസൻ്റെ മുഖമായിരുന്നു. പണത്തിൻ്റെ അഹങ്കാരം ഉള്ളിൽ നിറഞ്ഞവരും ഈ ഭൂമിയിലുണ്ടെന്നുള്ള സത്യം അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ജോല എന്താ ആലോചിക്കുന്നത്? അത് അവൾ തപ്പിപ്പിടഞ്ഞ് എന്തോ പറയാൻ നിന്നു.
കോളേജിലെത്തുമ്പോൾ നേരം വൈകുമോ എന്നാണോ? ടെൻഷൻ അടിക്കേണ്ട, നെറ്റിയിലെ മുറിവ് കാണിച്ചു കൊടുത്താൽ മതി. സ്റ്റിച്ച് എടുക്കാൻ പോയതാണെന്ന് കൂടി പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാകും, അവർ ആശ്വാസരൂപേണ പറഞ്ഞു. ക്ലാസ് തുടങ്ങാനുള്ള ബെൽ മുഴങ്ങിയതും മാധവ് ക്ലാസ് റൂമിലേക്ക് നടന്നു. 20 കുട്ടികൾ അടങ്ങുന്ന ക്ലാസ്സിൽ 12 പെൺകുട്ടികളും 8 ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. അധികം ബഹളമൊന്നുമില്ലെങ്കിലും 100% സൈലൻ്റ് ആയിരുന്നില്ല ആ ക്ലാസ് റൂം. എന്നാൽ അവിടേക്ക് മാധവ് കയറി വന്നതേ ക്ലാസ് റൂം പരിപൂർണ നിശബ്ദതയിലായി. ഇത്രയും സുന്ദരനായ സാറാണോ ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടെന്നോർത്ത് പെൺകുട്ടികൾ ഒരുതരം പുഞ്ചിരി വിടർന്നു. അധ്യാപകൻ്റെ സ്മാർട്ട്നെസ്സും സൗന്ദര്യവും കണ്ട് ആൺകുട്ടികൾ ആരാധന നിറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. മാധവ് ക്ലാസ് റൂമിലേക്ക് കയറിയതും എല്ലാവരും ഒരുമിച്ച് നിന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. സ്വല്പം മുഴക്കമുള്ള സ്വരം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇന്നിവിടെ പുതിയതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അടുത്തുള്ള കോളേജിലായിരുന്നു എൻ്റെ അധ്യാപനം. അതുകൊണ്ട് ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാധവ്. വീട് മലപ്പുറം. ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം മലപ്പുറത്ത് തന്നെ. ഫസ്റ്റ് പഠിപ്പിച്ച കോളേജും മലപ്പുറത്താണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു വിവരണം കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് സ്വയം പരിചയപ്പെടുത്തൂ. സാറിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? ബാക്കിലെ ബെഞ്ചിലെ ഒരു ബിരുദനാണ്. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ബ്യൂറോ പണിയുണ്ടോ? മാധവ് ചിരിയോടെ ചോദിച്ചു. അല്ല, സാറിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. വേറൊരുത്തൻ. ഓഹോ, അതെല്ലാം നമുക്ക് വഴിയെ അറിഞ്ഞാൽ പോരെ. എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടാൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആകും. പിന്നെ ഇന്ന് മാത്രമേ എന്നിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കേണ്ടൂ. നാളെ മുതൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആവും. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മാധവ് മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി ചോദിച്ചു. എല്ലാവരും സ്വയം പരിചയപ്പെടുത്തണമെന്ന്. അതെ, അപ്പോൾ ആദ്യം മുതൽ തുടങ്ങിക്കോളൂ. ആ വരിയിൽ നിന്നും തുടങ്ങാം. മാധവ് ഇടതുഭാഗത്തെ സൈഡിലെ ഫസ്റ്റ് ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഫസ്റ്റ് ബെഞ്ചിലെ ലാസ്റ്റ് ഇരിക്കുന്നവളാണ് ആദ്യം എഴുന്നേറ്റത്. എൻ്റെ പേര് വിനീത CV. ഓക്കെ, നെക്സ്റ്റ്. ജയ VK. നെക്സ്റ്റ് മാധുരി ചന്ദ്രൻ. വീണ KS. എക്സ്ക്യൂസ് മീ, മേ ഐ കമ്മിങ് സർ? പരിചിതമായ സ്വരം കേട്ടതും അവനൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. ഇവളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ക്ലാസ് റൂമിൻ്റെ ഡോറിന് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് മാധവ് നടന്നു ചെന്നു. ഹൃദ്യ, നീ LKG കുട്ടിയല്ല എന്ന് ഓർക്കണം. നിന്റെ ക്ലാസ്സിലിരുത്തിയതല്ലേ ഞാൻ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അവൻ പതിഞ്ഞ സ്വരത്തിൽ മറ്റു കുട്ടികൾ കേൾക്കാതെ വിധം അവളോട് ചോദിച്ചു. എന്നാൽ അമ്പരന്ന മുഖത്തോടെ നോക്കി നിൽക്കുകയാണ് അവൾ അവനെ. ആ നിമിഷം അവനും അവളെ ഒന്ന് ആകെ നോക്കുന്നുണ്ട്. കാലത്ത് നിൻ്റെ വേഷം ഇതായിരുന്നില്ലല്ലോ. എവിടെ പോയാൽ നീ ഇതൊക്കെ മാറ്റിയത്? മുടിവാർ വെച്ച് വന്നിരിക്കുന്നു. അത്യാവശ്യം നീളമുള്ള മുടി ഫാഷൻ എന്നും പറഞ്ഞ് വെട്ടിക്കളഞ്ഞതില്ല നീ. ഇപ്പോഴെന്താ മുടിക്ക് ആക്രാന്തം വന്നോ? എന്നാൽ ഈ ചോദിക്കുന്നതൊന്നും മുന്നിൽ നിൽക്കുന്നവരുടെ തലയ്ക്കകത്ത് കയറുന്നില്ല. എവിടെയോ എപ്പോഴോ കണ്ടുമറന്ന ഒരു മുഖം ഓർമ്മയിൽ തപ്പി തിരയുകയായിരുന്നു അവൾ. എന്നാൽ അതിനിടയിലും അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സാർ, ഞാൻ ജ്വാല സത്യനാഥൻ. എൻ്റെ ക്ലാസ് റൂമാണിത്. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയതിനാൽ നെറ്റിക്കൊരു മുറിവ് പറ്റി. സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതിനാൽ നേരം വൈകിയതാ. ക്ലാസ്സിൽ കയറാൻ അനുമതി തരണം. അവളുടെ വിനീതമായ പറച്ചിലിൽ അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഇവൾ ഹൃദ്യല്ലെന്നോ? ഈശ്വര, ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നവരെ ഈ പെണ്ണിനൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. കോളേജ് ഗവൺമെൻറ്റിലേക്ക് കയറ്റിയപ്പോൾ വല്ല ബാധയും കയറിയോ? അങ്ങനെ ചിന്തിച്ചും കൊണ്ട് അവൻ മുന്നിൽ നിന്നും മാറിയതും ജ്വാല ക്ലാസ് റൂമിനുള്ളിലേക്ക് കടന്നു. വലതുഭാഗത്തെ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടി അപ്പോഴേക്കും ജ്വാലയ്ക്ക് വേണ്ടി സീറ്റ് നീങ്ങി കൊടുത്തിരുന്നു. നീ വരാൻ വൈകിയപ്പോൾ ഞാൻ കരുതി ഇന്ന് വരില്ലായിരിക്കുമെന്ന്. എവിടെ വീണതാടി? പതിയെ ചോദിക്കുന്ന കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി അവൾ ഇരു കണ്ണും ചിമ്മിക്കാണിച്ചു. പിന്നെ പറയാം. അവരുടെ രണ്ടുപേരുടെയും പതിഞ്ഞ സംസാരം തൊട്ടടുത്ത് നിന്ന് സശ്രദ്ധ വീക്ഷിക്കുകയായിരുന്നു മാധവ്. നെറ്റിയിലെ മുറിവും തൊട്ടടുത്തിരിക്കുന്നവളുടെ പരിചിതഭാവത്തിലുള്ള സംസാരവും ഇതിനോടകം തന്നെ അവനെ സംശയത്തിലേക്ക് ആഴ്ത്തിയിരുന്നു. എന്നാൽ മുന്നിലിരിക്കുന്നത് ഹൃദയമല്ലെന്ന് മാത്രം ചിന്തിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.